റേഷൻ ഡോക്ടർ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്ന സിനിമാറ്റിക് യൂണിവേഴ്സ്. സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയുന്ന വാക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇംഗ്ലീഷ് ചിത്രമായിട്ടുള്ള മാർവൽ എന്ന് പറയുന്ന സിനിമ, പിന്നീട് നമ്മുടെ തമിഴിൽ തന്നെ ഇന്ത്യൻ സിനിമകളിൽ തമിഴ് സിനിമയിൽ തന്നെ ലോകേഷ് കനകരാജിൻ്റെ കുറേ സിനിമകൾ, അതായത് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ സിനിമകളിൽ മുൻകാല അദ്ദേഹത്തിൻ്റെ സിനിമയിലെ കഥാപാത്രങ്ങളോ കഥാഗതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളോ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു രീതി നമ്മളിപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ മലയാളത്തിൽ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് നമുക്ക് പറയാം, ഒരു പരിധി വരെയെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്നത്, ഇപ്പം വേണമെങ്കിൽ നമുക്ക് പറയാം ബൽറാം വേഴ്സസ് താരാദാസ്. ബൽറാം വേഴ്സസ് താരാദാസ് എന്ന് പറയുമ്പോൾ ആവനാഴിയിലെ ബൽറാം എന്ന് പറയുന്ന കഥാപാത്രത്തിനോടൊപ്പം ഐ വി ശശിയുടെ തന്നെ മുൻകാല ചിത്രമായിട്ടുള്ള അതിരാത്രം എന്ന് പറയുന്ന സിനിമയിലെ താരാദാസിനെയും കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ബൽറാം വേഴ്സസ് താരാദാസ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടായത്. അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഗതിയിൽ വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഇതുപോലെ തന്നെയാണ് ഷാജി കൈലാസിൻ്റെ ദ കിങ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ജോസഫ് അലക്സിനെയും അല്ലെങ്കിൽ കമ്മീഷണർ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഭരത് ചന്ദ്രനെയും കൂടെ ഒരുമിപ്പിച്ചുകൊണ്ട് പിന്നീട് ഒരു ഭാഗം ഉണ്ടാക്കി. അത് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് അദ്ദേഹത്തിൻ്റെ തന്നെ ഷാജി കൈലാസിൻ്റെ തന്നെ മുൻകാല സിനിമകളിലെ രണ്ട് കഥാപാത്രങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ദ കിങ് ആൻഡ് ദ കമ്മീഷണർ എന്ന് പറയുന്ന സിനിമയിൽ ജോസഫ് അലക്സ് എന്ന് പറഞ്ഞ IAS അല്ലെങ്കിൽ അതിനെക്കാട്ടിൽ ഉയർന്ന റാങ്കിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെയും അതുപോലെ ഒരു IPS ഓഫീസറായിട്ടുള്ള ഭരത് ചന്ദ്രനെയും മമ്മൂക്കയും സുരേഷ് ഗോപിയും കൂടെ കൊണ്ടുവന്നൊരു സിനിമയ്ക്കകത്ത് യോജിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മളിങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരുപാട് സിനിമകൾ കാണും. ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന രണ്ട് സിനിമയെക്കുറിച്ച് ഞാനത് സൂചിപ്പിച്ചെന്ന് മാത്രം മലയാളത്തിലെ. പിന്നീട് ഞാൻ കുറേ കാലത്തിന് ശേഷം ഞാൻ കാണുന്ന ഇപ്പോൾ സീരിയലുകളിലൊക്കെ, ഇപ്പം മലയാള സീരിയൽ രംഗത്തൊക്കെ കുറേ സീരിയലുകൾ സംപ്രേഷണം ചെയ്ത് തുടങ്ങിയപ്പം അതിനകത്ത് ചില ചാനലുകളിലൊക്കെ ഈ ഇത്തരത്തിലുള്ള ഒരു ഉണ്ട്. കാര്യം അവരുടെ ഏതെങ്കിലും ഒരു അവർ തന്നെ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സീരിയലുകളിലെ ഒന്നോ രണ്ടോ കഥാപാത്രത്തിനെ അവരുടെ മറ്റൊരു സീരിയലുകളിൽ കൊണ്ടുവരുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. അതിപ്പം ഒട്ടുമിക്ക എനിക്ക് തോന്നുന്നു ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലുകളും ചാനലുകളും എല്ലാം അത്തരത്തിലുള്ള ഒരു രീതിയും പിന്തുടരുന്നുണ്ട്. അപ്പോൾ മലയാള സിനിമയിലേക്ക് നമ്മളിപ്പോൾ പറയുമ്പോൾ ഗഗനചാരി എന്ന് പറയുന്ന ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗണേഷ് കുമാറും ഗോകുൽ സുരേഷും അനാർക്കലിയും വരയ്ക്കാറും അജു വർഗീസും ഒക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയുടെ ഇപ്പം അതിൻ്റെ അണിയറ പ്രവർത്തകർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പറയുണ്ടായി, ഇപ്പം അത്തരത്തിലുള്ള ഒരു സിനിമയുടെ ബാക്കിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന ഒരു സംഭവം കൂടെ കൂട്ടിക്കലർത്തിക്കൊണ്ട് ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ട് അവരൊരു സിനിമ എടുക്കാൻ പോകുന്നുണ്ട്. ആ സിനിമയുടെ പേരാണ് മണിയൻ ചിറ്റപ്പൻ എന്ന് അവർ അനൗൺസ് ചെയ്തിരിക്കുന്ന പേര്. പക്ഷേ ചിലപ്പം ഈ പേര് പിന്നീട് അവർക്ക് മാറ്റാൻ സാധ്യത ഉണ്ടാവും, നമുക്കറിയത്തില്ല. പക്ഷേ നിലവിൽ അവർ പറഞ്ഞിരിക്കുന്നത്, അതായത് ആ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഗഗനചാരി എന്ന് പറയുന്ന സിനിമ നടന്ന ആ ഒരു രീതിയിൽ നടക്കാൻ പോകുന്ന ഒരു കഥ അല്ലെങ്കിൽ അവർ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു കഥ, അതിനകത്താണ് ഇപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന നമ്മുടെ ഒരു സൂപ്പർ സ്റ്റാർ അഭിനയിക്കുന്ന സിനിമ. അതാണ് ഈ മണിയൻ ചിറ്റപ്പൻ എന്ന് പറയുന്ന സിനിമ. എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ഒരു കാര്യം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പം ഇനിയും കൂടുതൽ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ആ സിനിമയ്ക്കകത്തും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ അതിൻ്റെ ഡയറക്ടറുടെ തുടർന്ന് വരുന്ന സിനിമയ്ക്കകത്തും അതുപോലെ മറ്റുള്ളവരും ഇത് പിന്തുടരാൻ ശ്രമിക്കും അല്ലെങ്കിൽ ശ്രമിക്കണം. അത്തരത്തിലുള്ള നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള മമ്മൂക്കയുടെ ആയാലും ലാലേട്ടൻ്റെ ആയാലും പല പ്രസിദ്ധമായിട്ടുള്ള കഥാപാത്രങ്ങളും അവരുടെ മറ്റു സിനിമകളിൽ വരുന്ന, അതിപ്പം അവരുടെ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ളവരെടുക്കുന്ന ചെറിയ ചിത്രങ്ങളിലാണെങ്കിൽ പോലും നമുക്ക് കാണാൻ ആഗ്രഹമുണ്ട്. അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ ഉൾപ്പെടെയുള്ള നമ്മുടെയൊക്കെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ട് മറ്റുള്ള മലയാള ചലച്ചിത്രങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.